ഹലോ ഫ്രണ്ട്സ്, DSP ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇന്ന് ഇടുന്നത്. ലൈനിങ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അക്കോബ തുണി ആയതുകൊണ്ട് ഇതിന് ലൈനിങ് വെക്കുന്നുണ്ട് കേട്ടോ. ലൈനിങ് ബ്ലൗസാണ്. അപ്പോൾ സാധാരണ പ്രിൻസസ് കട്ടിൻ്റെ ബാക്കിൽ ഓപ്പണാണ് കൊടുക്കാറ്. ഞാൻ ബാക്ക് ഓപ്പൺ ഇടാത്തത് കൊണ്ട് ഫ്രണ്ട് ഓപ്പണാണ് ചെയ്യുന്നത്. ഫസ്റ്റിൽ നമുക്ക് ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യാം. നല്ല ലെവലാക്കി വെച്ച് കൊടുത്തിട്ട് ലൈനിങ് നമുക്ക് ഇതിന് പതിച്ചടിച്ച് കൊടുക്കാം. നമുക്ക് ലൈനിങ് ലെവലാക്കി വെച്ചിട്ട് അതിന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. സെറീന എന്ന് പറഞ്ഞവർ സ്റ്റിച്ചിങ് വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാ ചേച്ചി സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ കട്ടിങ് വീഡിയോയിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒന്ന് ഇടാമോ എന്ന്. ഇതാ സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ ബാക്ക് ലൈനിങ് പതിച്ചടിച്ച് കൊടുക്കാം. പ്രിൻസസ് കട്ടിന് കൊച്ചുകുട്ടികൾക്കൊക്കെ ഫ്രണ്ട് ഓപ്പണാന്ന് അല്ല ബാക്ക് ഓപ്പണാന്ന് നല്ല ഇതായിട്ടുണ്ടാവുക കേട്ടോ. നല്ല നീറ്റായിട്ടുണ്ടാവുക. ഞാൻ ബാക്ക് ഓപ്പൺ ഇടാത്തത് കൊണ്ടാണ് ഫ്രണ്ട് ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ നല്ല നീറ്റിൽ ലൈനിങ് ഒക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ തുണി ബ്ലൗസ് നനയ്ക്കുമ്പോൾ പിന്നെ തുണി പൊങ്ങിക്കിടക്കും. അപ്പം വൃത്തികേടായിട്ട് വരും. അതുകൊണ്ട് നല്ല നീറ്റാക്കി പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പം നല്ല കറക്റ്റായിട്ട് ഇതാക്കി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ലൈനിങ് കട്ട് ചെയ്ത് കളയുക. സൈഡ് ഭാഗമൊക്കെ നല്ല ഇതാക്കിയിട്ട് കട്ട് ചെയ്ത് കളയുക. ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ കുറച്ചധികം കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ബാക്കിലത്തെ ഡാട്ട് മാർക്ക് ചെയ്തിട്ട് ഡാട്ട് അടിച്ച് കൊടുക്കാം. ഈ ഡാട്ടിൻ്റെയൊക്കെ അളവ് കട്ടിങ് വീഡിയോയിൽ ഉണ്ട് കേട്ടോ. അത് കട്ടിങ് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അളവ് എല്ലാം മാർക്ക് ചെയ്തെടുക്കുക. ഇനി 2 ഇഞ്ച് വീതിക്ക് തുണി എടുക്കുക. ബാക്ക് പാർട്ടിൻ്റെ താഴത്തെ വേസ്റ്റ് വണ്ണത്തിന് കണക്കാക്കിയിട്ടുള്ള തുണി നീളത്തിൽ 2 ഇഞ്ച് വീതിക്ക് എടുക്കുക. എന്നിട്ട് അത് വൺ സൈഡ് മടക്കി അടിച്ച് കൊടുക്കുക. ഇങ്ങനെ വൺ സൈഡ് മടക്കി അടിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് അടിച്ചു കൊടുക്കുക. നമ്മൾ ഡാട്ട് അടിച്ചെടുത്ത് ചെറിയൊരു പ്ലേറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് എമ്മിങ് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ടുണ്ടാവും. ഇനി നമുക്ക് പതിച്ചടിച്ച് കൊടുക്കാം. നേരെ ഇപ്പുറത്തെ ഭാഗമാക്കിയിട്ട് പതിച്ചടിച്ച് കൊടുക്കുക. ഇതാ ഇനി ഇത് എമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റിച്ചിങ് കേട്ടോ. ഈ സ്റ്റിച്ച് അതിൻ്റേതാണ്. എമ്മിങ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ. ബാക്ക് പാർട്ട് റെഡിയായി. ഇനി ഫ്രണ്ട് പാർട്ട് ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് ഇതിവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമുക്ക് ലൈനിങ്ങിലേക്ക് പതിച്ചടിച്ച് കൊടുക്കാം. ലൈനിങ്ങുമായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഇനി അതിലേക്ക് പതിച്ചടിച്ച് കൊടുക്കാം നമുക്ക് കേട്ടോ. ലൈനിങ് അടിച്ച് പിടിപ്പിച്ച് കൊടുക്കാം.
സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഭാഗമൊന്നും മാറിപ്പോകാതെ ചെയ്യണം കേട്ടോ. ഇത് ഇപ്പോൾ പ്രിൻസസ് കട്ടായതുകൊണ്ട് 4 പാർട്ടായിട്ട് ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. ഭാഗം മാറിപ്പോകാതെ നല്ല നീറ്റാക്കി വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. ഇതേ ഇനി ഈ സൈഡ് ഭാഗമെല്ലാം ലെവലാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് തോളത്തെ ഭാഗം, ആം ഹോളിൻ്റെ ഭാഗമാണ്. നല്ല ലെവലാക്കി നല്ല നീറ്റാക്കി കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾക്ക് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കുക. വീണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ കട്ട് ചെയ്തത് ആം ഹോളിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് താഴത്തെ ഭാഗത്തേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. നല്ല നീറ്റാക്കി പിടിച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ താഴത്തെ ഭാഗം ഏത്തക്കുത്തനെ വരും. അതാവാതെ എന്താ കണ്ടോ, കഫൊക്കെ നന്നായിട്ട് ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ പതിച്ചടിച്ച് കൊടുക്കണ്ടേ, പ്രിൻസസ് കട്ടിൻ്റെ ആ ജോയിൻറ്റ് നമുക്ക് പതിച്ചടിച്ച് കൊടുക്കാം. ഇതേ രണ്ട് ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പുറത്തെ ഭാഗവും ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും പതിച്ചടിച്ച് കൊടുക്കാം. ഇതിൻ്റെ കട്ടിങ് വീഡിയോയിൽ നോക്കിയിട്ടാകുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇതേ നല്ല നീറ്റായിട്ട് കഫൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഹൂക്കും ലിപ്സും വെക്കാനുള്ള പടി അടിച്ചു കൊടുക്കാം. അത് ലിപ്സിൻ്റെ ഭാഗം അടിച്ചു. ഇനി ഹൂക്ക് വെക്കാനുള്ള ഭാഗം അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഹൂക്ക് വെക്കാനുള്ള ഭാഗം. ഫ്രണ്ട് പാർട്ടിൻ്റെ ഇതായി. ഇനി താഴത്തെ ബാൻഡ് ഭാഗമാണ് നമുക്കിനി അടിക്കേണ്ടത്. അതിന് നല്ല കട്ടിയായിട്ട് തുണി മടക്കിയെടുത്ത് വെച്ച് കൊടുക്കണം കേട്ടോ. നല്ല അവിടെ സ്റ്റിഫ് നല്ല ഇതായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ അവിടെ ഞാനിവിടെ 4 മടക്കാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് തുണി. ഇതിൻ്റെ പീസ് തന്നെ എടുത്തിട്ട് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. വേറെ പീസൊന്നും എടുത്തിട്ടില്ല. ഈ പീസ് തന്നെ ആക്കിയിട്ട് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. ഇതേ ബാൻഡിൻ്റെ ഭാഗം ലെവലാക്കി കൊടുത്തു. ഇതിലേക്ക് അടിച്ചു കൊടുക്കാം. ബാൻഡ് ഭാഗം നല്ല ഇതാക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ട് ഭാഗവും നല്ല ബാൻഡ് നല്ല ലെവലാക്കി. ഇപ്പം നല്ല പടി നല്ല കട്ടിയായിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ.
ഫ്രണ്ട് പാർട്ടും റെഡിയായി. നല്ല ലെവലായി ആക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ നല്ല ലെവലാക്കി ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സൈഡ് ഭാഗത്തെ വണ്ണം അടയാളപ്പെടുത്തിയിട്ട് സൈഡ് ഭാഗം നമുക്ക് ജോയിൻ ചെയ്യണം. അതിന് അളവ് ബ്ലൗസ് എടുത്തിട്ട് ഓരോരോ പാർട്ടിൻ്റെയും വണ്ണം അടയാളപ്പെടുത്തി കൊടുക്കുക. ഓരോരോ ഭാഗത്തിന് എത്രയാണ് വരുന്നത് ആ വണ്ണം അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്ക് ഭാഗം നടുഭാഗം മടക്കിയിട്ട് ബാക്ക് ഭാഗവും അതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ. ഇനി നമുക്കിത് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സ്ലീവിൻ്റെതും നെക്കിൻ്റെതും അടുത്ത വീഡിയോയിലാണ് ഇടുന്നത്. വീഡിയോ ലെങ്തായി പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് രണ്ടും അടുത്ത വീഡിയോയിലിടും. ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക, കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഇതിൻ്റെ ബാക്കി പാർട്ട് അടുത്ത വീഡിയോയിൽ ഇടും കേട്ടോ. എല്ലാവരും അതും കാണുക. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.